പി കെ നവാസ്, ഇതിപ്പോൾ യൂത്ത് ലീഗിൻ്റെതായ ലഹരി വിരുദ്ധ പരിപാടിയുണ്ട്, SFIക്കും DYFIക്കും അവരുടേതായ പരിപാടികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ പിടികൂടപ്പെട്ടവരിൽ SFI പ്രതിനിധികളാണുള്ളത്. പക്ഷേ അവർ പറയുന്നു ആ മുറിയിൽ യഥാർത്ഥത്തിൽ KSU പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പരസ്പരം പഴിചാരാൻ ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഈ സംഘടനകളുടെയൊക്കെ ഭാരവാഹികൾ തന്നെ ഈ ലഹരി ഉപയോഗത്തിനും ലഹരി വിൽപ്പനയ്ക്കും നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഞങ്ങളല്ല അവരാണ് എന്ന് എത്ര വേണമെങ്കിലും തർക്കിച്ച് നിൽക്കാം. പക്ഷെ അതിലപ്പുറം ഞങ്ങൾക്ക് എത്ര ഉത്തരവാദിത്വം എന്ന ഓരോ സംഘടനയും ആലോചിക്കേണ്ട സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്രത്തോളം അതിൽ ആലോചന എടുത്തിട്ടുണ്ട് നവാസ്? തീർച്ചയായിട്ടും സ്മൃതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും പോലെ തന്നെ ഗൗരവമായി തന്നെയാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചത്. കേരളം ഒന്നടക്കം ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനിലാണ്. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രഖ്യാപിക്കാത്ത ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയില്ല. കേരളത്തിലെ ചാനലുകൾ, സാമൂഹ്യ പ്രവർത്തകന്മാർ എല്ലാവരും ഈ ക്യാമ്പയിനിലാണ്. അതിന് തർക്കമൊന്നുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരും. ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, രാജ്യത്ത് നേരത്തെ ഇവിടെ നമ്മുടെ റിട്ടയർഡ് എക്സൈസ് സാർ ഇവിടെ സൂചിപ്പിച്ചു, രാജ്യത്ത് കർശനമായൊരു നിയമമുണ്ടോ, ഉണ്ടെങ്കിൽ ആ നിയമത്തിൽ എന്തെങ്കിലും പഴുതുകളുണ്ടോ, അത് പുനഃപരിശോധിക്കാൻ സമയമായിട്ടുണ്ട് എന്നൊരു അഭിപ്രായം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, കളമശ്ശേരിയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഒരു FIRലെ ഞങ്ങളെ FIR പരിശോധിക്കുമ്പോൾ 201 നമ്പർ FIR ബെയിലബിൾ ആണ്, 282 നമ്പർ FIR അത് നോൺ ബെയിലബിൾ ആണ്. ഒരേ വിഷയത്തിൽ എങ്ങനെയാണ് ബെയിലബിൾ നോൺ ബെയിലബിൾ അതെ, തീർച്ചയായും ഞാൻ അതാ പറഞ്ഞത്. ക്വാണ്ടിറ്റിയുടെ കുറവിന്റെ അടിസ്ഥാനത്തിൽ ബെയിലബിൾ നോൺ ബെയിലബിൾ ആയി മാറുന്നു. ലഹരി എത്ര ക്വാണ്ടിറ്റി ആയാലും നിയമം കർശനമാകണം. പ്രത്യേകിച്ച് ക്യാമ്പസുകൾക്കകത്ത് പിടിക്കപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല. നിയമം പരിഷ്കരിക്കപ്പെടണം എന്ന് തന്നെയാണ് സ്മൃതി ഞങ്ങൾ പറയുന്നത്. നിയമം പരിഷ്കരിക്കുകയും അത് കർശനമായി നടപ്പിലാക്കുകയും വേണം. മറ്റൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടത്, നേരത്തെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വൈകിയാണ് നിങ്ങളുടെ ചർച്ചയിൽ ജോയിൻ ചെയ്തത്. പ്രിയപ്പെട്ട CPMന്റെ പ്രതിനിധി അരുൺകുമാറിന്റെ സംസാരം കുറച്ച് ഞാൻ കേട്ടു. ഈ കേരളത്തിൽ പോലീസ് വളരെ അഭിനന്ദനാർഹമായ രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 15-20 ദിവസങ്ങളായി സമ്മതിക്കേണ്ട കാര്യമാണ്. പോലീസിനെ അഭിനന്ദിക്കാൻ ഒരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ പോലീസിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോഴൊരു ചോദ്യം ബാക്കിയുണ്ട്. എന്താണ് ആ ചോദ്യം? ഇത്രയും കാലം ഈ ലഹരി മാഫിയ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇത്രയും കാലം ഈ പോലീസ് എവിടെയായിരുന്നു? ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ സമയത്ത് ചോദിച്ചുകൊണ്ട് ഒരു പോലീസിന്റെ മോട്ടീവിനെ ചോദ്യം ചെയ്യാൻ ഈ സമയത്ത് ഞാൻ നിങ്ങളടക്കം ഈ സമയത്ത് പ്രതിരോധ പരിപാടികളിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളും ഞങ്ങളും വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് പരിപാടി നടത്തുകയാണല്ലോ. അപ്പോൾ ഓരോ മാധ്യമങ്ങളും അതിലേക്കൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? ഈ ലഹരി ഉപയോഗം അക്രമങ്ങളിലേക്ക്, അതിക്രൂരമായ ക്രൈമുകളിലേക്കൊക്കെ കടന്ന പശ്ചാത്തലത്തിലാണല്ലോ. ഇനി കാത്തു നിൽക്കാൻ സമയമില്ല എന്ന തിരിച്ചറിവിലാണല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ നിന്ന് കാണാമെന്ന് തോന്നുന്നു. അതെ, അല്ല, അങ്ങനെ കാണാൻ പ്രയാസമുണ്ട് സ്മൃതി. ഇനി കാത്തു നിൽക്കാൻ സമയമില്ലാതെ കൊല്ലലും കൊലവിളിക്കലും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ സമയത്ത് ഇറങ്ങേണ്ടവരല്ല കേരളത്തിന്റെ പോലീസും വിജിലൻസ് സംവിധാനം ഒന്നും. അത് അവരതിന് മുമ്പേ ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടവരാണ് അവർ എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിയമപാലകന്മാരും കർശനമായി വരണം. ഇപ്പോൾ പോലീസ് എടുക്കുന്ന ആക്ഷൻ പ്ലാൻ അതിനെ 100% അഭിനന്ദിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം അതുകൂടെ പറയട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ അരുൺകുമാറിന്റെ സംസാരം അത് KSUവിന്റെ ഭാരവാഹിയുടെ റൂമാണ് അല്ലെങ്കിൽ മറ്റേതോ വിദ്യാസംഘത്തിന്റെ റൂമാണ് എന്നതാണ്. ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിടിക്കപ്പെടുന്നവർക്ക് രാഷ്ട്രീയമായ സംരക്ഷണം നൽകുന്നു എന്നത് തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 281 നമ്പർ FIRൽ നിന്ന് ആ വിദ്യാർത്ഥി, ഞാൻ മനസ്സിലാക്കുന്നത് 18 വയസ്സ് തികയാത്തൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് ആരാണ് ജാമ്യത്തിലെടുത്തത്? ഞാനിന്ന് അന്വേഷിച്ചു. ആരാ ജാമ്യത്തിലെടുത്തത്? SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹമാണ് ജാമ്യത്തിലെടുക്കുന്നത്. ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അകത്തുപോയ ഒരാളെ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാളെ ജാമ്യം എടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു വിദ്യാർത്ഥി സംഘടന ഏൽക്കേണ്ടതില്ല, ഒരു രാഷ്ട്രീയ സംഘടന അത് ഏറ്റെടുക്കേണ്ടതില്ല. അങ്ങനെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. അത് മാത്രമാണോ? അത് കഴിഞ്ഞ് ആദ്യത്തെ പത്രസമ്മേളനം, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ആദ്യ പത്രസമ്മേളനം കാണിച്ചത് SFIയുടെ ഏരിയ ഭാരവാഹികളുടെ പത്രസമ്മേളനമാണ്. എന്താ അവർ പറയാൻ ശ്രമിച്ചത്? ഇത് ഞങ്ങളല്ല, ഇദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയാൻ. ആ സമയത്താണ് പോലീസ് പറഞ്ഞത് ഞങ്ങൾ വീഡിയോ ഉൾപ്പെടെ ഞങ്ങൾ മുൻപ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴല്ലേ SFIക്കും തിരുത്തേണ്ടി വന്നത്. ഞാൻ ഇത് SFI ആണോ, KSU ആണോ, MSF ആണോ, ABVP ആണോ എന്നതല്ല. രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കാണിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ SFI പ്രവർത്തകൻ പിടിയിലായപ്പോൾ പറയുന്ന കാര്യം ലഹരി ശൃംഖല SFIയുടെ കയ്യിലാണ് എന്ന രൂപത്തിലൊരു പരാമർശം നടത്തുന്നത് എങ്ങനെയാണ്? നാളെ ഒരു KSU പ്രവർത്തകൻ പിടിയിലാകില്ല അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിലാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? യൂത്ത് ലീഗിനും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഉപയോഗിക്കുന്നവർ എല്ലാ സംഘടനകളിലും ഉണ്ടാകാം.
സ്മൃതി, ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കാം. ഞാൻ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെയും യുവജന സമൂഹത്തിനും ഇടയിൽ പിടിപെട്ടിട്ടുള്ള ഒരു ക്യാൻസറാണ് ലഹരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ റാഗിങ്ങും ലഹരിയും അനിയന്ത്രിതമായ രൂപത്തിലേക്ക് പിടിപെട്ടിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ ഓർഗനൈസേഷൻ, വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് സ്വാഭാവികമായി എല്ലാ വിദ്യാർത്ഥി സംഘടനയുള്ളവർ പെട്ടേക്കാം, പെടാതിരുന്നേക്കാം. അത് ഏതെങ്കിലും ഒരു സംഘടനയിൽ പെട്ടു എന്നുകൊണ്ട് തള്ളിക്കളയാനോ ഞങ്ങളുടെ സംഘടന ഇതുവരെ പെടാത്തതുകൊണ്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറയാനോ ഒരു വിദ്യാർത്ഥി സാധ്യമല്ല. പക്ഷേ ഉണ്ടായാൽ, ഐഡന്റിഫൈ ചെയ്താൽ അതിനെങ്ങനെ നമ്മൾ നേരിടണം, അത് വിദ്യാർത്ഥികൾ മാതൃകയാകണം. നിർഭാഗ്യവശാൽ ഈ നിലവിൽ ഇന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ ആ മാതൃകാപരമായ ഒരു സമീപനം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടു, നിങ്ങളുടെ ചാനൽ തന്നെ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് തന്നത് ഞാൻ കണ്ടു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഏത് സംഘടനപ്പെട്ടവരായാലും അതിനെ ന്യായീകരിക്കാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം അദ്ദേഹവുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു. ഞങ്ങൾ ഇന്ന് എറണാകുളത്തുണ്ട്, ഞങ്ങൾ സ്റ്റേഷനിൽ പോയി സംസാരിച്ചു. നിലവിൽ പിടിക്കപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സ്റ്റേഷനിലുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും സംഘടനാ ഭാരവാഹി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പുറത്തു വരികയും അറസ്റ്റ് ചെയ്യപ്പെടുകയും നിയമ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഏത് സംഘടനപ്പെട്ടവരായാലും നമ്മൾ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെയും സപ്ലൈ ചെയ്യുന്നവരെയും മാറിൽ പിടിച്ച് പോലീസിന്റെ കൈകളിലേക്ക് കൊണ്ടുകൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തവരല്ലേ? എന്നിട്ടല്ലേ ക്യാമ്പയിൻ ഇറങ്ങിയത്? നമ്മൾ എങ്ങനെയാണ് പോലീസ് കൊണ്ടുപോയ ആളെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കാൻ SFIയുടെ ജില്ലാ നേതാവും ഏരിയ നേതാവും എങ്ങനെയാ പോവുക? അതിനെങ്ങനെ അരുൺകുമാർ നിങ്ങൾ ന്യായീകരിക്കുക? ഇപ്പൊ അത് KSU ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളോ ഞാനോ അല്ലല്ലോ പറയേണ്ടത്. അന്വേഷിക്കട്ടെ പോലീസ്. ഈ വിദ്യാർത്ഥികൾ, പിടിക്കപ്പെട്ട വിദ്യാർത്ഥി പോലും ആദ്യം പറഞ്ഞ എന്താ? ഞാൻ നിരപരാധിയാണ്, എന്നെ പോലീസ് വെറുതെ പെടുത്തിയതാണെന്നാണ്. അങ്ങനെയാണോ? പിണറായി വിജയന്റെ പോലീസ് അങ്ങനെ നിരപരാധികളെ പെടുത്തിയതാണോ? എങ്കിൽ അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുക. അപ്പൊ നമുക്ക് പ്രതിഭ MLAയുടെ മകൻ, ആ മകനുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായി. ആ കേസിൽ അതുമായി ബന്ധപ്പെട്ട് ആ അമ്മയെ ഏതെങ്കിലും തരത്തിൽ പ്രതിസ്ഥാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷേ അവർ വെള്ളപൂശാൻ, അത് ഉപയോഗിച്ചവർ വെള്ളപൂശാൻ, രണ്ട് പുകയിടുന്നവരല്ല കേരളത്തിലെ കുട്ടികളെന്ന് പറയുന്ന ഒരു മന്ത്രി കേരളത്തിലുണ്ടല്ലോ. അത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? അതിന് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണോ? ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് എവിടെയുള്ളത്? സ്ഥലം മാറ്റി പോകുമ്പോൾ അത് കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? അപ്പൊ ഞാൻ പറയുന്നത്, പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുക എന്നത് തെരുവിലായാലും ക്യാമ്പസുകളിലായാലും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എടുക്കേണ്ട സ്റ്റാൻഡാണ്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടണം. എന്റെ വിദ്യാർത്ഥി, ഞാൻ MSFന്റെ പ്രസിഡന്റാണ്, എന്റെ വിദ്യാർത്ഥി സംഘടന അനുയായികളോടും മറ്റു വിദ്യാർത്ഥി സംഘടന അനുയായികൾക്കും അത് ബോധ്യപ്പെടണം. ഞങ്ങൾ ആരും ഈ ഒരു കേസിൽ, റാഗിംഗ് കേസിലാവട്ടെ ലഹരി കേസിലാവട്ടെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവില്ല. ഒരു പ്രഖ്യാപനം നടത്തണം. പകരം SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഭാഗത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഏരിയ കമ്മിറ്റിയുടെ വക്കീൽ ഉൾപ്പെടെ അവിടെ പോയിട്ട് ജാമ്യം എടുത്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ ജാമ്യത്തിൽ അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ അന്വേഷിച്ചു. കുട്ടികളുടെ രക്ഷിതാക്കൾ വന്നോ? വന്നില്ല. നമുക്കറിയാം, പോളി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന കോഴ്സാണ്. +2 അപൂർവം പേരെ കഴിഞ്ഞ് പോകാറുള്ളൂ. ആ കുട്ടികൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന 18 വയസ്സിന് താഴെയാണ്. അങ്ങനെയാകുമ്പോൾ അവരെ ജാമ്യത്തിൽ വിടണ്ടേ? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു കോളേജുമായി ബന്ധപ്പെട്ട് സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിൽ തർക്കം ഉണ്ടായി. കോട്ടക്കൽ പോലീസ് മാതൃകാപരമായ സമീപനം സ്വീകരിച്ചു. അവിടെ ആ തർക്കത്തിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ തല്ലാൻ വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്നിടത്ത് നിന്ന് ആ 16 കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. രാത്രി പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. രാവിലെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഒപ്പിട്ട് സ്റ്റേഷനിൽ നിന്ന് ഒപ്പിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. മാതൃകാപരമായ സമീപനമാണല്ലോ. ഇവിടെയോ അറസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം SFIയുടെ ഏരിയ നേതാക്കന്മാർ സ്റ്റേഷനിലെത്തുന്നു. അവരുടെ ജാമ്യത്തിൽ തന്നെ വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് അവരെ വെച്ച് പത്രസമ്മേളനം നടത്തുന്നു. ഈ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇത്തരം ആളുകൾക്ക് കിട്ടരുത് എന്നതിനെ കുറിച്ച് എല്ലാവരും ഐക്യകണ്ഠേന നിൽക്കണം. അല്ലാതെ അതാ വിദ്യാർത്ഥി സംഘടനയാണ്, അത് മറ്റവന്റെ റൂമിലാകാലുണ്ടായിരുന്നു, അയൽപക്കത്തെ രാഷ്ട്രീയ പാർട്ടി മറ്റൊരാളാണ് എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. സംസ്ഥാന നേതൃത്വം ഇന്ന് വൈകിട്ട് പ്രതികരിച്ചിരിക്കുന്നത് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടത് പരിശോധിക്കും എന്നാണ്. അവിടെയും എനിക്ക് വിയോജിപ്പുണ്ട് സ്മൃതി. ജാഗ്രത കുറവാണോ? ജാഗ്രത കുറവല്ല, തെറ്റു സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയണ്ടേ? ഇത്തരത്തിലൊരു കേസിൽപ്പെട്ടയാൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അയാൾ സ്വയം നിരപരാധിത്വം തെളിയിക്കണം എന്നല്ല രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ടത്. ഏരിയ കമ്മിറ്റിയുടെ വക്കീൽ പോയിട്ട് ജാമ്യം എടുക്കാൻ പാടുണ്ടായിരുന്നില്ല എന്ന് SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറയണ്ടേ? അങ്ങനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഒന്നെങ്കിൽ നിരപരാധിത്വം തെളിഞ്ഞ ശേഷം അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അതല്ലെങ്കിലോ അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾ അർഹമായ ശിക്ഷ ഏറ്റുവാങ്ങണം. അതൊരു തെറ്റാണ് എന്നല്ലേ സ്റ്റേറ്റ് സെക്രട്ടറി പറയേണ്ടത്? പകരം ചെറിയ രൂപത്തിലുള്ള ഒരു ജാഗ്രത കുറവുണ്ടായി എന്നൊരു വാചകം കൊണ്ടാണോ അത് കവർ ചെയ്യേണ്ടത്? എനിക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹത്തിന്റെ വാചകത്തോട്. അങ്ങനെയല്ല, ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ ആരും പ്രതികരിക്കേണ്ടെന്നാണ് അഭിപ്രായം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.